Hey hello guys, assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അറേബ്യൻ കസ്റ്റർഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല ക്രീമി ആയിട്ട് അതുപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോണ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവണമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം, കസ്റ്റർഡ് മിക്സ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് തിളച്ച് വരുന്ന വരെ ഞാൻ നേരത്തെ കുറച്ച് പാലെടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റർഡ് മിക്സ് റെഡിയാക്കി എടുക്കാം. കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കസ്റ്റർഡ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറുകി വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ആവശ്യത്തിന് ഞാൻ ബ്രെഡ് എടുക്കുന്നുണ്ട്. കുറച്ച് പുഡിങ്ങിന് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സെൻറ്റർ പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ സെൻറ്റർ പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാത്തിനും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ബ്രെഡ് നടുവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം മധുരത്തിന് അനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് പുഡിങ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലെയർ ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കസ്റ്റർഡ് മിക്സ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെയറിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രഷ് ക്രീമിൻ്റെ മിക്സും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലാണ് ഞാൻ ഒന്നുകൂടി ബ്രെഡ് ലെയർ ആക്കി എടുത്തിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷമാണ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നട്ട്സ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ അറ്റ്ലീസ്റ്റ് 6 hours എങ്കിലും വെക്കണം. അപ്പം ഞാനിത് നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പുഡിംഗ് കൂടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അത് ലാസ്റ്റ് നൈറ്റ് ഈവനിങ്ങിലാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നമ്മളെ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് കൂടിയാണ്. കണ്ടില്ല, നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഇത് ഒരു റിച്ച് ടൈപ്പ് ഒരു പുഡിങ്ങിൻ്റെ പോലെ തന്നെ ഉണ്ട് ടേസ്റ്റ്നെസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പീസ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.